2001 നമ്മുടെ വി ഡി സതീശനും കെ ബി ഗണേഷ് കുമാറും ടി എൻ പ്രതാപനുമൊക്കെ ആദ്യമായിട്ട് കേരള നിയമസഭയിലേക്ക് ജയിച്ചത്. അവരൊക്കെ പിന്നീട് പലതവണ തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് തിരഞ്ഞെടുക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഒരു മെമ്പറുണ്ടായിരുന്നു. അത് കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഉമേഷ് ചള്ളിയിലാണ്. ഉമേഷ് ചള്ളിയിൽ കെ ആർ ഗൗരിയമ്മയുടെ പാർട്ടി, അതായത് JSSൻ്റെ പ്രതിയായിട്ടാണ് മത്സരിച്ച് ജയിച്ചത്. കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരല്ല, പഴയ കൊടുങ്ങല്ലൂർ. ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു കോട്ടയാണ്. അവിടെ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഉമേഷ് ചള്ളിയിലെ എതിർ സ്ഥാനാർത്ഥി പ്രൊഫസർ മീനാക്ഷി തമ്പാനായിരുന്നു. ഇവർ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് സാമുദായിക വികാരം സാമാന്യം ആളിക്കത്തിച്ചിട്ടാണ് ഉമേഷ് ചള്ളിയിൽ ജയിച്ചത്. അദ്ദേഹം തന്നെ ആ കാര്യം നിഷേധിക്കുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ജയിച്ചതിൻ്റെ ഒരു ലഹരിയിൽ നിയമസഭാംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അദ്ദേഹം അത് പ്രകടിപ്പിച്ചു. ഈഴവാണാം ഈഴവത്വം എന്ന ആപ്തവാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അന്നത്തെ സ്പീക്കർ സാക്ഷാൽ വക്കം പുരുഷോത്തമനായിരുന്നു. അതിനെക്കുറിച്ച് പരാതി വന്നപ്പോൾ വക്കം പറഞ്ഞു അതിൽ വലിയ തെറ്റൊന്നുമില്ല, ശ്രീനാരായണ ഗുരു തന്നെ ഒരു ദൈവമാണ്, ശ്രീനാരായണ ഗുരുദേവൻ എന്നുള്ളത് പറയുന്നത്. പിന്നെ മാതാപിതാ ഗുരു ദൈവം എന്നുമുണ്ട്. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും നാരായണ ഗുരുവിൻ്റെ പേരിൽ നടത്തിയ പ്രതിജ്ഞ അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല എന്ന് മാത്രമല്ല അതിൽ വലിയ ശരിയുണ്ട് താനും. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് വക്കം പുരുഷോത്തമൻ ഗുരുദേവൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. ഏതായാലും ഉമേഷിൻ്റെ സത്യപ്രതിജ്ഞയിൽ തെറ്റൊന്നും കണ്ടുപിടിക്കാനായിട്ട് വക്കം പുരുഷോത്തമന് സാധിച്ചില്ല. പക്ഷേ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുകയില്ല എന്ന് കരുതി കോഴിക്കോട്ടിലൊരു പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് ഹരിദാസൻ പാലായിൽ എന്നാണ്. ഈ ഹരിദാസൻ കേരള ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. അന്ന് അത് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ പരിഗണനയ്ക്ക് വന്നു. ചീഫ് ജസ്റ്റിസ് ഉമേഷ് ചാളിക്ക് നോട്ടീസ് അയച്ചു. രണ്ട് ഭാഗക്കാരുടെ വാദം കേട്ടു. ഏതാണ്ട് 1.5 കൊല്ലം കഴിഞ്ഞാണ് വിധി വന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ വിധി പ്രകാരം ഈ ഉമേഷ് ചാളിയുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണ്, ക്രമവിരുദ്ധമാണ്, അതൊരു സത്യപ്രതിജ്ഞയേ അല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നിയമസഭയിൽ അംഗമായി തുടരാൻ കഴിയുകയില്ല. ഇനി അംഗമായി തുടരണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാമത് സ്പീക്കറുടെ മുമ്പിൽ സത്യപ്രതിജ്ഞയാവും. രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമേ അത് MLA ഉള്ളൂ എന്ന് മാത്രമല്ല, ഇത്രയും ദിവസം നിയമവിരുദ്ധമായി നിയമസഭയിൽ ഇരുന്നതിന് അദ്ദേഹം കൈപ്പറ്റിയ ശമ്പളവും അലവൻസും ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കണം. അതുമാത്രം പോരാ, നിയമവിരുദ്ധമായി സഭയിലിരുന്നതിന് ഒരു ദിവസം 500 രൂപ എന്ന ക്രമത്തിൽ പിഴയും അടക്കണം എന്നാണ് വിധിച്ചത്. ഗംഭീര വിധിയായിരുന്നില്ല. ചള്ളിയിൽ ഞെട്ടിപ്പോയി. അദ്ദേഹം പിന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ നിയമവിരുദ്ധമായിരുന്നതിൻ്റെ പിഴയും അടച്ചു, കിട്ടിയ ശമ്പളവും അലവൻസുകളും എല്ലാം തിരിച്ചടച്ചു. രണ്ടാമത് സ്പീക്കറുടെ അടുത്ത് പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. അതിനാണ് നമ്മൾ ഈ ഗ്രാമ്യ ഭാഷയിൽ അടിയും കൊണ്ടു പുളിയും കുടിച്ചു പിന്നെ പിഴയും മുടുക്കി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചള്ളിയുടെ അനുഭവം ഉണ്ടായത്. 2006 പിന്നീട് 2011 അദ്ദേഹം കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും തോറ്റുപോയി. ഈ ചള്ളിയുടെ അനുഭവമാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുറേ കൗൺസിലർമാർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ BJPക്കാരായ പല കൗൺസിലർമാരും ബലിദാനികളുടെ പേരിൽ, അല്ലെങ്കിൽ കരികത്തമ്മ ഭഗവതിയുടെ പേരിൽ, അതുമല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമിയുടെ പേരിൽ, അതുമല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ മന്നത്ത് പത്മനാഭമുള്ള സാറിൻ്റെ പേരിൽ, ഇങ്ങനെ ഓരോരുത്തരുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ എല്ലാവരും കൂടി ഒരാളുടെ പേരിൽ ചെയ്തെങ്കിൽ പിന്നെ ഒരു രസമുണ്ടായിരുന്നു. ഇദ്ദേഹം ഒരു പുതിയ ദൈവമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തടി കഴിച്ചിലാക്കാം. അതും പറ്റിയില്ല. ഓരോരുത്തരും വിഭിന്ന ദൈവങ്ങളുടെ പേരിൽ, അല്ലെങ്കിൽ വിവിധ സമുദായ നേതാക്കന്മാരുടെ, ആധ്യാത്മിക ആചാര്യന്മാരുടെ, നവോത്ഥാന നായകരുടെയൊക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അത് കോടതിയിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ വിധി എന്തായിരിക്കും എന്നുള്ളത്. ഏതായാലും ഹൈക്കോടതി ജഡ്ജി ശ്രീ PV കുഞ്ഞികൃഷ്ണൻ കുറച്ചൊരു കരുണ ഈ കൗൺസിലർമാരോട് കാണിച്ചു. ഈ ഇത്ര ദിവസം നിയമവിരുദ്ധമായിട്ട് കൗൺസിലിൽ കയറി ഇരുന്നതിന് പ്രത്യേകിച്ച് പിഴയൊന്നും ഈടാക്കിയില്ല. ഇതുവരെ വാങ്ങിയ ശമ്പളവും അലവൻസും തിരിച്ചടയ്ക്കാനും പറഞ്ഞില്ല. അതേ ആകെ പറഞ്ഞ് നിങ്ങളുടെ സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണ്, രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്താൽ ഇനി കൗൺസിലറായിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ്. ഏതായാലും വിധി വന്ന ഉടനെ തന്നെ കൗൺസിൽ വിളിച്ചു കൂട്ടുകയും ഈ യോഗ്യന്മാരെ എല്ലാവരും സത്യവാചകം ചെല്ലുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും വിഷമം മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഒരുപക്ഷെ അവർക്ക് അറിവില്ലായ്മയോട് പറ്റിയതാണെന്ന് വിചാരിക്കാം. അങ്ങനെയല്ല, രണ്ടാമതും മൂന്നാമതും ഒക്കെ കൗൺസിലർമാരായിട്ട് ജയിച്ചവരും ഇതുപോലത്തെ മണ്ടത്തരം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ
ഡെപ്യൂട്ടി മേയർ 3-ാം തവണ ജയിച്ച ഒരു ധീര വനിതയാണ്. അവരാണ് ഇതുപോലെ ഒരു അന്തമില്ലായ്ക കാണിച്ചത് എന്നുള്ളത് വളരെ കൗതുകകരമാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ വടക്കാഞ്ചേരി പഞ്ചായത്തിലേക്ക് ജയിച്ച ഒരു കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതും ഹൈക്കോടതി റദ്ദാക്കി. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ അനുവദിച്ചാൽ ഇനി രമേശ് ചെന്നിത്തലയുടെ പേരിലും പിന്നീട് PK കുഞ്ഞാലിക്കുട്ടിയുടെ പേരിലും അത് കഴിയുമ്പോൾ PK ബഷീറിൻ്റെ പേരിലും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലൊക്കെ ആൾക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നൊരു കാലം ഉണ്ടാവും എന്നതുകൊണ്ടാണ് ഹൈക്കോടതി ഉമ്മൻചാണ്ടിയെ ദൈവമായിട്ട് അംഗീകരിക്കാഞ്ഞത്, ദൈവനാമത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ശഠിച്ചത്. ഏതായാലും ഇപ്പോൾ ലീഗുകാർ പോലും പണ്ടൊക്കെ അവർ അള്ളാഹുവിൻ്റെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇനി അതുപോലൊരു കുരുത്തക്കേട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ദൈവനാമത്തിലാക്കി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്ക് കുറേശ്ശെ തിരിഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷമുണ്ട്. ഹൈക്കോടതി വിധി അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. ഇതുപോലെയുള്ള കൗൺസിലർമാർക്ക്, ഇതുപോലുള്ള പഞ്ചായത്ത് മെമ്പർമാർക്ക് ഇതല്ലാതെ വേറെ യാതൊരു ചികിത്സയുമില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ പോലെ ഇവരടുത്ത് പിഴയും കൂടി ഈടാക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഏതായാലും ഹൈക്കോടതി അതിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച സ്ഥിതിക്ക് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. സംഗതി വളരെ ജോറായിട്ടുണ്ട്. ഇതുപോലെ പല സ്ഥലങ്ങളിലും സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട്. CPMൻ്റെ ചില മെമ്പർമാരൊക്കെ രക്തസാക്ഷികളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതും നിയമവിരുദ്ധമാണ്, ക്രമവിരുദ്ധമാണ്. പക്ഷേ അവിടെ പരാതി ഉണ്ടായിട്ടില്ല, കേസുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരിപ്പോഴും യോഗ്യന്മാരായിട്ട് തുടരുകയാണ്.